എല്ലാവർക്കും നമ്മുടെ ചാനലിൽ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് ഇരിക്കുന്നു കരുതുന്നു. ഞങ്ങളും ഓക്കെയാണ്. അപ്പം ആ ഒരു ആക്സിഡൻറ്റ് വ്ളോഗ് ഇട്ടതിന് ശേഷം ഒരുപാട് പേര് എനിക്ക് വാട്സപ്പിൽ വിളിക്കുകയും മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്തു. എങ്ങനെയുണ്ട്, എന്തോ പറ്റി എന്നൊക്കെ പറഞ്ഞ്. അപ്പം ഞങ്ങളെല്ലാം ഓക്കെയാണ്. അപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. ആ കാര്യങ്ങളാണ് ഈ വ്ളോഗ് എന്ന് പറയുന്നത്. അപ്പം കുറച്ച് നാളായിട്ട് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങളും ഒക്കെയാണ്. അപ്പം അത് കാണുക കേട്ടോ. അയ്യോ, എന്തൊക്കെയാ സംഭവിച്ചേ? ഇത് ഹാപ്പി ആയിട്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി എക്സാമിന് പോകാന്നൊക്കെ പറഞ്ഞു. പഞ്ചായത്ത് സെക്രട്ടറിയുടെ മെയിൻസിൻ്റെ പരീക്ഷയായിരുന്നു. അതുപോട്ടെ, ഇത്രയൊക്കെ സംഭവിച്ചോളെന്ന് കരുതി സന്തോഷിക്കാം, സമാധാനിക്കാതെ സന്തോഷിക്കാം. ഏട്ടൻ പിന്നെ ഇന്നലെ രാത്രി തന്നെ ഇവിടെ കൊണ്ടാക്കി മൺട്രോത്തിരുത്ത്. വീട്ടിൽ കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ കുറേ കാര്യങ്ങളൊന്നും നമ്മുടെ വ്ളോഗിൽ പറയത്തൊന്നുമില്ല. വെച്ചാൽ സന്തോഷങ്ങൾ മാത്രമേ സത്യം പറഞ്ഞ വീഡിയോസിൽ ഷെയർ ചെയ്യാറുള്ളൂ. അപ്പം ഒരാൾ കമൻറ്റ് ചെയ്തതാ, ഇതാ കമൻറ്റ് ഉണ്ടെങ്കിൽ ഞാനിവിടെ കാണിക്കാം. അച്ഛൻ്റെ അമ്മയൊന്നും കാണിക്കുന്നില്ല, എന്താ അച്ഛൻ്റെ അമ്മയും കാണിക്കാത്ത എന്നൊക്കെ. അപ്പോൾ അത് കാര്യമെന്ന് പറഞ്ഞാൽ വീട്ടിൽ അച്ഛന് കുറച്ച് വയ്യായികയൊക്കെ ഉണ്ട്. ഞങ്ങളുടെ സന്തോഷങ്ങൾ മാത്രമേ സത്യം പറഞ്ഞാൽ വീഡിയോയിൽ ഷെയർ ചെയ്യാറുള്ളൂ. ഞങ്ങളുടെ നല്ല നമ്മുടെ വീട്ടിലെ കാര്യങ്ങളായാലും നല്ല മൊമെൻറ്റ്സ് മാത്രമേ ഷെയർ ചെയ്യാറുള്ളൂ. ഞാൻ അച്ഛനും അമ്മയ്ക്കും വയ്യാന്നോ ഒരു ഹോസ്പിറ്റൽ കേസ് വരുമ്പോഴോ ഞാൻ അതൊന്നും എടുത്ത് വീഡിയോ എടുത്ത് ഇടാറില്ല. ഞാൻ പണ്ട് വരച്ചതാ, അമ്മ എടുത്ത് വെച്ചേക്കുന്നു. അതിനകത്ത് ചെടിയൊക്കെ വെച്ച്, അതിനകത്ത് ചെടിയൊക്കെ പോയി വെക്കണം ഇനി ഇതിനകത്തൊക്കെ. അപ്പോൾ എന്തു പറഞ്ഞേ. പിന്നെ അതുപോലെ തന്നെ ഏട്ടൻ്റെ അമ്മ ഹോസ്പിറ്റലിലായിരുന്നു. അമ്മയ്ക്ക് ഹിരണ്യയുടെ ഒരു സർജറിയൊക്കെ ഉണ്ടായിരുന്നു. ഹിരണ്യയുടെ സർജറി നോർമലായിട്ട് കഴിയുമെന്ന് പ്രതീക്ഷിച്ചിരുന്നേ നമ്മൾ. പക്ഷേ അമ്മയ്ക്ക് ഷുഗർ ഉണ്ടായിരുന്നു, സ്റ്റിച്ചൊക്കെ കുഴപ്പമായി. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അമ്മയ്ക്ക് ECGയിൽ വേരിയേഷനൊക്കെ വന്നു. ECG വേരിയേഷൻ വന്നിട്ട് എക്കോ ഒക്കെ എടുക്കുക. കാല് വയ്യ, ഇടാതിരിക്കാൻ വയ്യ, കാല് വയ്യ. അപ്പം ഇപ്പോൾ പറയാൻ കരുതി, അതുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ പറയുന്നത്. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ച് കൂട്ടും, അതുകൊണ്ടാണ്. അപ്പം വീട്ടിലപ്പോൾ അമ്മയ്ക്ക് ഷുഗറും ഒക്കെ കൂടി. ഷുഗർ കുറച്ചിട്ടായിരുന്നു നമ്മൾ സർജറി ചെയ്ത അമ്മയ്ക്ക്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് അമ്മയ്ക്ക് ECG എടുത്തപ്പോൾ വേരിയേഷൻ വന്നപ്പം ഓപ്പറേഷൻ കഴിഞ്ഞാണ് അമ്മയ്ക്ക് ഒരു അറ്റാക്ക് പോലെന്നൊക്കെ അവർ പറഞ്ഞ്. അപ്പോഴത്തേക്ക് നമ്മൾ ഒരുപാട് പേടിച്ച് അങ്ങനെ അമ്മയെ പാരിപ്പള്ളി മെഡിക്കലോട്ട്, അമ്മയ്ക്ക് ESA ഉണ്ടായിരുന്നു. നമ്മൾ ESA അല്ല സർജറി നടത്തി, ചീരങ്കാവ് ESAയിൽ. അപ്പം അമ്മയെ പാരിപ്പള്ളി മെഡിക്കലിലോട്ടൊക്കെ റെഫർ ചെയ്ത്. അങ്ങനെ ഒരു ദിവസം പെട്ടെന്നാണ്, കറക്റ്റ് പറയുകയാണെങ്കിൽ നമ്മുടെ മൺട്രോത്തുരുത്ത് വള്ളംകളിയില്ലേ, വള്ളംകളിയുടെ അന്ന് ഞാനായിരുന്നു അമ്മയുടെ ബൈസ്റ്റാൻഡർ. അപ്പോൾ എന്നെ അമ്മയും കൂടെ മറ്റേ ആംബുലൻസിലൊക്കെ കയറ്റി പെട്ടെന്ന് പാരിപ്പള്ളി മെഡിക്കലിലോട്ടൊക്കെ വിട്ട്. ആദ്യമായിട്ടായിരുന്നു എനിക്കും അമ്മയ്ക്കും അങ്ങനെ ഒരിത്. ഒരുപാട് പേടിച്ച്, ഒരുപാട് വിഷമിച്ച്, ഒരുപാട് ടെൻഷൻ അടിച്ച്, ഒരുപാട് എനിക്കും വയ്യാതായി അമ്മയ്ക്കും വയ്യാതായി പേടിച്ച്. പിന്നെ ഏട്ടനൊക്കെ ഉണ്ടായിരുന്നു, ഏട്ടനും അപ്പവും കൂടെ പെട്ടെന്ന് പുറകെ വന്ന്. അനിയനൊക്കെ, അപ്പവും ഇല്ലായിരുന്നു, ഏട്ടനും പുറകെ വന്നു. പക്ഷെ അവിടെ ചെന്ന് അമ്മയ്ക്ക് ECG എടുത്തപ്പോഴും വേരിയേഷൻ ഉണ്ട്. അവർ എക്കോ എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് എടുക്കത്തില്ലായിരുന്നു. പക്ഷെ അമ്മയെ അന്ന് ഈ ഹിരണ്യയുടെ സർജറി കഴിഞ്ഞ് മുറിവ് ഓപ്പൺ ആക്കിയിട്ടാണ് ഇവർ അമ്മയെ പാരിപ്പള്ളി മെഡിക്കലിലോട്ട് റെഫർ ചെയ്തത്. അവിടോട്ട് അമ്മയെ അഡ്മിറ്റ് ആക്കിയുമില്ല. അന്നൊരു സാറ്റർഡേ ആയിരുന്നു. അന്ന് പിറ്റേന്ന് ഞങ്ങൾ അന്ന് അവിടെ അഡ്മിറ്റ് ആക്കിയില്ലല്ലോ. എക്കോ എടുക്കാൻ ഡേറ്റൊക്കെ തന്നിട്ട് തിങ്കളാഴ്ചത്തേക്ക് ഡേറ്റ് തന്ന് അമ്മയെ ഇനി വിട്ട്. പിറ്റേ ദിവസം ഞായറാഴ്ച അമ്മയെ കുളിപ്പിക്കാൻ കയറ്റിയപ്പോൾ മുറിവ് ഭയങ്കര ഓപ്പണൊക്കെ ആയിരുന്നു. അന്ന് ഒരുപാട്
അന്നത്തേക്ക് ദിവസങ്ങൾ ഒന്നും വീഡിയോ എടുത്തില്ല. കുറേ നമ്മൾ ഇതിൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നാലെന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങൾ ഫോട്ടോയും ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിലും ഒന്നും ഷെയർ ചെയ്യുന്നില്ല കേട്ടോ, ഒന്നും ഷെയർ ചെയ്തൊന്നുമില്ല. അപ്പം പിന്നെ നമ്മൾ തന്നെ ഓക്കെ ആയി. ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും മറ്റേ ECG എടുത്ത് എക്കോ ഒക്കെ എടുത്ത് അതിൽ ഹാർട്ടിന് കുഴപ്പമൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ മാത്രമേ അവർ ചീരങ്കാവ് ESIയിൽ ഹിരണ്യയുടെ ബാക്കി ചെയ്യുമെന്നൊക്കെ പറഞ്ഞ്. പാരിപ്പള്ളി ചെന്നപ്പോൾ അവരാണെങ്കിൽ ഈ ഹിരണ്യയുടെ സർജറിയുടെ ഒന്നും മെഡിസിൻ അവർ ചെയ്യത്തില്ല, അവർ മറ്റേ എക്കോ മാത്രമേ റെഫർ ചെയ്തോളാം, അതുകൊണ്ട് അത് വേറെ ഒന്നും ചെയ്യത്തില്ല എന്നൊക്കെ പറഞ്ഞു. എല്ലാം കൂടെ ആയപ്പോൾ നമ്മൾ അമ്മയെ ഹിരണ്യയ്ക്ക് എവിടെ കൊണ്ട് ചികിത്സിക്കുമെന്നൊക്കെ ആയി. അങ്ങനെ പിന്നെ എക്കോയുടെ ഡേറ്റ് അന്ന് തിങ്കളാഴ്ച ചൊവ്വാഴ്ച ആയിരുന്നു. എക്കോ എടുക്കാൻ പോയി. പിന്നെ അന്ന് നമുക്ക് ഡോക്ടറെ കാണാൻ പറ്റത്തില്ല, പിന്നെ കാർഡിയാക്കിനെ കാണാൻ ഒരു ദിവസം. അങ്ങനെ 3 ദിവസം കഴിഞ്ഞ് അമ്മയ്ക്ക് ദൈവഭാഗ്യം കൊണ്ട് എന്തായാലും ഹാർട്ടിന് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ വീണ്ടും അമ്മയെ ചീരങ്കാവ് ESI ഹിരണ്യയ്ക്ക് അഡ്മിറ്റാക്കി. സ്റ്റിച്ച് പഴുത്ത് അവിടെ എല്ലാം വീണ്ടും കട്ട് ചെയ്ത് ഇതൊക്കെ മരവിക്കാതൊക്കെയുള്ള പരിപാടികളായിരുന്നു. ഓപ്പറേഷൻ തിയേറ്ററിൽ പോലും കയറ്റിയിട്ടല്ല ഒന്നും കട്ട് ചെയ്ത്. അമ്മയുടെ വാർഡിനോട് ചേർന്നൊരു ഡ്രസ്സിങ് റൂം പോലെ ഉണ്ടായിരുന്നു, അവിടെയൊക്കെ ആയിരുന്നു. ഭയങ്കര ഓപ്പണായിട്ടൊക്കെ ഇരുന്നേ മുറിവ്, ലൈവായിട്ട് ഒരു കുറേ പഞ്ഞിയൊക്കെ വെച്ച്. അങ്ങനെ അതൊക്കെ ആ ദിവസങ്ങളൊന്നും ഞാൻ ഒന്നും വ്ളോഗായിട്ട് ഇടണമെന്നോ ഇതൊന്നും വീഡിയോയിൽ പറയണമെന്നോ പോലും കരുതിയ കാര്യങ്ങളല്ല. അങ്ങനെ ഇപ്പം പിന്നെ അമ്മയ്ക്ക് വീണ്ടും ഒരു സ്റ്റിച്ചിട്ട് തിയേറ്ററിലൊക്കെ കയറ്റി ഫുൾ ക്ലീൻ ചെയ്ത് സ്റ്റിച്ചിട്ട് കഴിഞ്ഞ് 1 വീക്കോളം അമ്മ ICUവിലായിരുന്നു. ICU തന്നെ കെയർ ചെയ്ത് ഓക്കെ ആക്കി ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്നു. ഒരാഴ്ച കഴിയുമ്പോൾ വലിയ സാധാരണ സ്റ്റിച്ചൊക്കെ എടുക്കുന്നത്. നമ്മൾ ഹോസ്പിറ്റലിൽ പോയി സ്റ്റിച്ച് എടുക്കാവുന്ന രീതിക്കല്ല, ചെക്കപ്പിന് പോയി. പക്ഷെ അവർ സ്റ്റിച്ചൊന്നും എടുത്തില്ല. അപ്പോഴും നമ്മൾ ഓക്കെ അവർ പറയുന്ന കണക്ക് എടുക്കാം. പിന്നെ ഇപ്പം അമ്മയ്ക്ക് സ്റ്റിച്ച് എടുത്തു. വെള്ളിയാഴ്ച അമ്മയ്ക്ക് സ്റ്റിച്ച് എടുത്തു. ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച അമ്മയ്ക്ക് സ്റ്റിച്ച് എടുക്കുന്നു. അന്ന് രാത്രി അച്ഛനൊരു ചെസ്റ്റ് പെയിൻ പോലെ വന്ന്, ഏട്ടൻ്റെ അച്ഛന്. അപ്പം ശനിയാഴ്ച അച്ഛനെ രാവിലെ അനിയൻ. അപ്പം അമ്മ ഓൾറെഡി ഹിരണ്യയുടെ സർജറിയും കഴിഞ്ഞ് സ്റ്റിച്ച് എടുത്തിട്ടിരിക്കുന്നു. ശനിയാഴ്ച അച്ഛന് ചെസ്റ്റ് പെയിൻ വന്നിട്ട് അനിയൻ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ഞാനും ഏട്ടനും എക്സാമിന് ഇറങ്ങുന്നു. അതാണ് ഇന്നലത്തെ ആ ദിവസം. അപ്പം ഞാൻ ചെറിയൊരു ഡയറ്റൊക്കെ തുടങ്ങി. ഞാൻ അതിൻ്റെ കാര്യങ്ങൾ മാത്രമേ ഇന്നലത്തെ വ്ളോഗിൽ കാണിച്ചിട്ടുള്ളൂ. ഞാനല്ലാതെ അച്ഛനെ ഇങ്ങനെ അച്ഛൻ അറ്റാക്കുന്നല്ല, ഭഗവാന് അച്ഛന് ചെസ്റ്റ് പെയിൻ ഉണ്ടെന്നും അമ്മ സർജറി കഴിഞ്ഞിരിക്കണം അതൊന്നും ഞാൻ വീഡിയോയിലൊന്നും എടുത്തിട്ടൊന്നുമില്ലായിരുന്നു. അതൊന്നും എനിക്ക് കാണിക്കണമെന്ന് തോന്നി, പക്ഷേ എനിക്ക് ഇന്നങ്ങ് പറയണമെന്ന് തോന്നി, അതാണ് പറഞ്ഞത് കേട്ടോ. അപ്പം നമ്മളെല്ലാം സെറ്റാക്കി വെച്ച് ഒതുക്കി അച്ഛനെ അനിയനെ ഹോസ്പിറ്റലിലൊക്കെ പോകാൻ അവർ ഒരുങ്ങുന്നു. അമ്മയ്ക്ക് ഫുഡൊക്കെ എടുത്തു കൊടുത്ത്, ഞാൻ മറ്റേ ഡയറ്റ് ആയതുകൊണ്ട് എനിക്കും ഏട്ടന് ഫുഡൊക്കെ എടുത്ത് എല്ലാം എടുത്തുകൊണ്ട് എക്സാമിന് ഇറങ്ങിയപ്പോഴാണ് നമുക്ക് സംഭവിച്ചത്. എനിക്ക് പറ്റിയെന്നുള്ള എല്ലാവരും എൻ്റെ സങ്കടം. ഇനി ഞാൻ വീട്ടിൽ വന്നു കഴിയുമ്പോൾ അമ്മയെ നോക്കും, അച്ഛനെന്തെങ്കിലും ഉണ്ടെങ്കിലോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരുന്നു. പറയുമ്പോഴേ വിഷമം വരും. നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ട് അന്നൊരു വ്ളോഗ് എടുക്കണം. കാരണം ഞാൻ ഈ ഫോൺ എടുത്തിട്ട് വ്ളോഗ് എടുക്കാൻ എൻ്റെ കാര്യമൊക്കെ അതാ. അപ്പോൾ ഫോൺ എടുത്ത് എൻ്റെ വീഡിയോ പോലും ഞാൻ ഇട്ടിട്ടില്ല. അതിന് മുന്നേ എനിക്കിത് ഇടണമെന്നങ്ങ് തോന്നി. അപ്പം അമ്മയുടെ ഹോസ്പിറ്റൽ കേസാണ്. അമ്മ അമ്മ ഈ ഹിരണ്യയുടെ ആദ്യത്തെ സർജറിക്ക് അഡ്മിറ്റ് ആവുന്നതിന് ഒരു 1 വീക്ക് മുന്നേ ഫോൺ എടുത്തത്. അപ്പോൾ ഈ ഫോണിൽ ഇതുവരെ ഞാൻ വ്ളോഗൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ എനിക്കൊരാഗ്രഹം, അങ്ങനെയാണ് ശനിയാഴ്ച നമുക്ക് വ്ളോഗ് എടുക്കാൻ പറഞ്ഞ് രാവിലെ ഭയങ്കര എല്ലാം എടുത്ത് പക്ഷേ നമ്മൾ പോകുന്ന വഴിക്ക് ഫസ്റ്റ് ടൈമാണ് അങ്ങനെ പറ്റിയ. ഞാൻ വണ്ടിയിൽ തെറിച്ചങ്ങ് വീണ്. നമ്മുടെ മിസ്റ്റേക്ക് അല്ലായിരുന്നു, ഓപ്പോസിറ്റ് വന്ന പുള്ളിയുടെ മിസ്റ്റേക്കായിരുന്നു. ഒരു ജംഗ്ഷൻ ഏരിയ ആയിരുന്നു, ഓട്ടോ സ്റ്റാൻഡും കുറേ വീടും കടയൊക്കെ ഉള്ള ഇതായിരുന്ന ഏരിയ ആയിരുന്നു. ആൾക്കാരെല്ലാം ഓടിക്കൂടി. അപ്പോഴേക്കും എനിക്ക് കാലിൽ ഭയങ്കര വേദനയായിരുന്നു. അങ്ങനെ കാലം ഒടിഞ്ഞെന്ന്. ഇത്തരനെ കണ്ടില്ല, എൻ്റെ ചുറ്റും എല്ലാവരും ഉണ്ട്, ഇത്തരനെ കണ്ടില്ല. ഞാൻ
അപ്പോഴത്തേക്ക് കൈത്തേട്ട ഓടി എൻ്റെ അടുത്ത് വന്നു. എനിക്ക് കൈത്തേട്ട കണ്ടപ്പോൾ സമാധാനം. പിന്നെ എനിക്ക് എക്സാം എന്നുള്ളൊരു സംഭവമായിരുന്നു. ഓൾറെഡി പ്രിലിംസ് കിട്ടിയതിൻ്റെ എക്സാമായിരുന്നു, ഡിഗ്രി പ്രിലിംസ് കിട്ടിയതിൻ്റെ ആയിരുന്നു പഞ്ചായത്ത് സെക്രട്ടറിയുടെ. അപ്പോൾ അതിൻ്റെ മെയിൻസിന് കുറച്ച് നാളായിട്ട് ഭയങ്കര പഠിത്തമൊന്നുമില്ലെങ്കിലും പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെ സൈലം PSC ഒക്കെ എടുത്ത് പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. എൻ്റെ മെയിൻസിന് സ്പെഷ്യൽ ടോപ്പിക്കൊക്കെ ഉണ്ടായിരുന്നു, നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ പക്ഷേ ഞാൻ ഏട്ടാ എൻ്റെ എക്സാം എന്നൊക്കെ പറഞ്ഞായിരുന്നു കരയുന്നതെന്ന് പറഞ്ഞു. ഇതിലേക്ക് തലയൊക്കെ കറങ്ങി. പിന്നെ ഞാൻ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്തു. എന്നുവെച്ചാൽ നടന്ന് ഇനിയിപ്പോൾ അങ്ങോട്ടുള്ള സംഭവം നമ്മളെ നോക്കാന്നുള്ളതാണ്. എന്തായാലും കാറിൽ വന്ന പുള്ളി നമ്മളെ വിട്ടിട്ടൊന്നും പോയില്ല. അവളെ ആൾക്കാർ ഫോട്ടോ എടുക്കുന്ന കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു, വണ്ടിയുടെ ഫോട്ടോ എടുക്കുന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഏറ്റവും വലിയ സംബന്ധിച്ച് ഞാൻ ആ സമയത്ത് വീഡിയോ എടുത്തുകൊണ്ടിരുന്നതായിരുന്നു. എൻ്റെ ഫോൺ എൻ്റെ മടിയിരുന്നേ, ഫോൺ തെറിച്ച് പോയി. പിന്നെ അപ്പോഴത്തേക്ക് ഞാൻ ഫോണിൻ്റെ ആരും ഓർത്തു. പക്ഷേ ആരോ കൊണ്ട് നേട്ടൻ്റെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഫോൺ. തെറിച്ച് പോയൊന്നും പറ്റിയൊന്നുമില്ല. പിന്നെ പുള്ളി തന്നെയാണ് ഒരു ഓട്ടോ സ്റ്റാൻഡായിരുന്നല്ലോ, ഓട്ടോ വിളിച്ച് പുള്ളി തന്നെ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി എക്സ്റേയും കാര്യങ്ങളൊക്കെ എടുത്ത്. എക്സ്റേ എടുത്തപ്പോഴാണ് സമാനമായോ, പൊട്ടലൊന്നും ഇല്ല. പക്ഷെ നല്ലൊരു ഇടിച്ചിട്ടുണ്ട്, അതിൻ്റെ ചതവും കാര്യങ്ങളൊക്കെയാണ്. എത്തേടിന് എന്തെങ്കിലും പറ്റുമെന്നായിരുന്നു. പറ്റിയായിരുന്നെങ്കിൽ അതായിരുന്നു എൻ്റെ പേടി. ഇത്ര നാളായിട്ട് ഞങ്ങളിങ്ങനെ നമ്മൾ അങ്ങനെ പറയല്ല, എല്ലാവരെയും പോലെ തന്നെ നമ്മളും ഇപ്പോൾ ആദ്യമായിട്ട് ആക്സിഡൻറ്റ് സംഭവിക്കുന്നൊന്നുമില്ലല്ലോ. പിന്നെ എന്തായാലും ഒന്നും സംഭവിച്ചു. ഹെൽമെറ്റ് എല്ലാവരും വെക്കണം കേട്ടോ. എവിടെ പോയാലും 2 വീലറിൽ പോകുന്നത് ഹെൽമെറ്റ് വെക്കണം. ഹെൽമെറ്റ് വെക്കാതെ എങ്ങും ഇറങ്ങല്ലേ. പേടിയാണ്. ഞാനിപ്പം വണ്ടി ഓടിക്കാൻ പഠിച്ചിട്ട് കുറച്ച് നാളെ ആയോളൂ, ലൈസൻസൊക്കെ കിട്ടിയിട്ടെ. അപ്പോഴും ഞാൻ ജസ്റ്റ് അങ്ങോട്ട് എന്തെങ്കിലും ഒരു സാധനം എടുക്കാനോ കടയിലോട്ട് പോവുകയാണേലോ നമ്മുടെ ജംഗ്ഷനിലോട്ട് പോവുകയാണേലോ ഞാൻ ഹെൽമെറ്റ് വെച്ചുകൊണ്ട് പോകും. അതിൻ്റെ ഒരു ഗുണമാണ് ഇന്നലെ നമുക്കുണ്ടായത്. ഞാൻ അല്ലെങ്കിൽ വീഡിയോ എടുക്കുകയെന്നൊക്കെ പറഞ്ഞ് മുടിയൊക്കെ കഴിച്ചിട്ട് അങ്ങനെ എനിക്ക് പേടിയാണ്. കാരണം ഇന്നലെ അതിൻ്റെ ഒരു പ്രയോജനം, അതിൻ്റെ ഒരു ഗുണമായിരുന്നു. കാരണം വണ്ടിയിൽ നിന്ന് തെറിച്ച് വീണ് തലയൊക്കെ ഇടിക്കുന്ന ഒക്കെ നല്ല പെയിനാണ്. ഇപ്പം പിറ്റേ ദിവസം ആയപ്പോഴാണ് ഒരു ബോഡി പെയിൻ. പക്ഷേ ഓക്കെയാണ്, അത്രയേ ഉള്ളൂ, ഓക്കെയാണ്. അപ്പോൾ എല്ലാവരും ഹെൽമെറ്റ് വെക്കാം, അത്രയേ ഉള്ളൂ കേട്ടോ. ഹെൽമെറ്റ് വെച്ചുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇന്നലെ അത് പറ്റാൻ. തലയൊക്കെ ഇടിച്ചാണ് വീണത്. തെറിച്ചൊന്നും ബാക്കിൽ തന്നെ കറക്റ്റ് നമ്മളിങ്ങനെ വീണ്. പക്ഷേ ഹെൽമെറ്റ് ഉണ്ടായതുകൊണ്ടൊന്നും പറ്റിയില്ല, സത്യം തന്നെ. ഞങ്ങളുണ്ട് ഹാപ്പിയായിരുന്നു. ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയായിരുന്നു. ഹോസ്പിറ്റലിലോട്ട് പോയപ്പോൾ എനിക്ക് ഒരുപാട് ടെൻഷനുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എക്സാം എഴുതിയില്ല കാരണം ഏട്ടന് ഓരോരുത്ത് പോകണം. 2 ദിവസം കഴിയുമ്പോൾ മൺഡേയിൽ മുംബൈയിലൊക്കെ പോകാൻ ടിക്കറ്റൊക്കെ കൺഫേം ആയിട്ടൊക്കെ ഇരുന്നു. അപ്പം എന്തെങ്കിലും പൊട്ടലോ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അതൊന്നും നടക്കൂലല്ലോ. നമ്മൾ അതിൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ ഏതൊരു വീഡിയോ ഒന്നും പറഞ്ഞിട്ടില്ല, അതൊക്കെ പതുക്കെ പറയാം എന്താന്ന്. അപ്പം എന്തായാലും ഞങ്ങൾ രണ്ടും ഓക്കെയാണ്. എനിക്കും കുഴപ്പമില്ല, ഏട്ടനും കുഴപ്പമില്ല. പിന്നെ എന്നെ വീട്ടിൽ ഇനി കൊണ്ടാക്കിയതിൻ്റെ കാര്യമെന്ന് പറയാൻ, ഞാൻ ഇതുവരെ എനിക്ക് ഒരു പനിയാണെന്നോ ഒരു അസുഖമാണെന്നോ ഒന്നും പറഞ്ഞ് ഞാൻ ഇതുവരെയും വീട്ടിൽ നിന്നിട്ടില്ല. സാധാരണ ഞാൻ ഒത്തിരി പേര് എൻ്റെ ഫ്രണ്ട്സൊക്കെ ആയാലും ഞാൻ പനിയാണ്, ഞാൻ വീട്ടിലാണ്, എനിക്ക് വയ്യ, വീട്ടിലാണ്. എനിക്ക് അങ്ങനെ ഒരു ആവശ്യത്തിന് ഇതുവരെ എനിക്ക് എൻ്റെ ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരേണ്ടി വന്നിട്ടില്ല. എന്നെ എല്ലാവരും നല്ലപോലെ കെയർ ചെയ്യുന്നത്. ഇപ്പം വന്നതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ അവിടെ അച്ഛന് ഒരു ചെറിയ പ്രശ്നമുണ്ട്, അതെനിക്ക് വീഡിയോയിൽ പറയാൻ പറ്റില്ല. അച്ഛനുമായിട്ട് എനിക്ക് കോണ്ടാക്റ്റ് വന്നുകൂടാ, അതുകൊണ്ട് അച്ഛനെ എനിക്ക് നോക്കാൻ പറ്റില്ല. പിന്നെ അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ അമ്മയെ മാമിയുടെ അങ്ങ് കൊണ്ടാക്കി. അമ്മ ഇപ്പം അമ്മയുടെ ആങ്ങളയുടെ വീട്ടിലാണ്, മാമനില്ല, മാമിയുടെ വീട്ടിലാണ്. അതുകൊണ്ടാണ് രാത്രി ഏട്ടനും അരുണണ്ണനും ശ്യാമണ്ണൂടെ വണ്ടിയെടുത്ത് എന്നെ ഇങ്ങ് വീട്ടിൽ കൊണ്ടാക്കി. കാരണം എനിക്ക് അവരെ ആരെയും നോക്കാൻ പറ്റില്ല, കാരണം എനിക്ക് കാല് കുത്താൻ വയ്യായിരുന്നു. അപ്പോൾ എനിക്ക് അവരെ ആരെയും നോക്കാൻ പറ്റാത്തൊരവസ്ഥയായതുകൊണ്ട് അവരെന്നെയും കൂടെ നോക്കിയാൽ കുളമാവും എന്നുള്ളത് കൊണ്ട് ഞാൻ എന്നെ ഇങ്ങ് വീട്ടിൽ കൊണ്ടാക്കി. ഞാൻ ഈ ഒരു 1 വീക്ക് വീട്ടിൽ കാണാം, ഇവിടെ കാണും. അപ്പോൾ നിങ്ങളുടെ പരാതിയൊക്കെ തീരും. അച്ഛനെ അമ്മയൊക്കെ കാണിച്ച് വ്ളോഗൊക്കെ ഇടാം.
അച്ഛനെ കാണിക്കുന്ന കുറവായിരിക്കും കേട്ടോ. അച്ഛന് വയ്യ, അച്ഛന് കുറച്ച് ഓർമ്മക്കുറവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് ഞാനൊന്ന് വീഡിയോ, അതൊന്നും എനിക്ക് വീഡിയോ പറയാൻ താല്പര്യമില്ല. അതൊന്നും എനിക്ക് വീഡിയോ പറയാൻ താല്പര്യമില്ല. നല്ല നല്ല കാര്യങ്ങൾ കാണുന്നതും ഷെയർ ചെയ്യുന്നതല്ലേ നല്ലത്. വിഷമങ്ങളും സങ്കടങ്ങളും ഉള്ളതൊക്കെ അങ്ങനെ തന്നെ ഇരിക്കുന്നതല്ലേ നല്ലത്. അത് നിങ്ങളെ കൂടെ കാണിച്ച് ചുമ്മാ എന്തിനാ വിഷമിപ്പിക്കുന്നത്? അതാണ് ഞാൻ അതൊന്നും എടുത്തില്ല. ഞാൻ നല്ല നല്ല കാര്യങ്ങൾ മാത്രമേ ഇടൂ. അപ്പോൾ എടുത്തു വെച്ചേക്കുന്ന കുറച്ച് വീഡിയോസ് ഉണ്ട് കേട്ടോ. ഇതിന് മുന്നേ ഉള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഇടാം. അപ്പോൾ ഈ വീഡിയോ എനിക്കിപ്പം ഇടണമെന്ന് തോന്നി, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം ഞാനും ഏട്ടനും ഓക്കെയാണ്. അത്രേ ഉള്ളൂ ഫൈനലായിട്ടുള്ള കാര്യം. ഞങ്ങളുടെ കൈയല്ല കാലാണ് മെയിൻ. ഏട്ടൻ്റെ തൊടഭാഗവും എൻ്റെ മുട്ടിന് താഴെയുള്ള ഭാഗം. ബട്ട് വി ആർ ഫൈൻ, കുഴപ്പമൊന്നുമില്ല. എന്തായാലും ഒട്ടനും എല്ലാം ഉണ്ടായിരുന്നു, എന്തും ഇതിന് ഇപ്പം ചിരിക്കുന്നു. എന്തായാലും വി ആർ ഓക്കെ. ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എന്ത് സമാധാനമായിരുന്നു അറിയാം. പൊട്ടലൊന്നും ഇല്ലെന്ന് പറഞ്ഞപ്പോൾ. പൊട്ടലൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ബെഡ് റിട്ടൺ ആയിപ്പോത്തില്ലേ. ഇതൊരു ബോറ് പരിപാടിയാണ്. എനിക്കിഷ്ടമല്ല ആരെയും കഷ്ടപ്പെടുത്തുന്നത്, പ്രത്യേകിച്ച് എനിക്ക് വേണ്ടി. എല്ലാവരും നോക്കാൻ ഞാൻ ഓക്കെ, എന്നെ ആരും നോക്കേണ്ട അവസ്ഥ വരില്ലെന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയാണ് കഥ. ഇപ്പോൾ ഓക്കെയാണ്, വീട്ടിലാണ്. 1 വീക്ക് റെസ്റ്റ് എടുക്കണം. കാലൂത്തി നടക്കാൻ കുറച്ച് പാടുണ്ട്, എന്നാലും കുഴപ്പമില്ല. നീര് കുറയണം, ചതവ് കുറയണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. ഞങ്ങൾ രണ്ടും ഓക്കെയാണ്, നമുക്ക് കുഴപ്പങ്ങളൊന്നും ഇല്ല. വണ്ടി ഡയറക്റ്റ് കാലിലിടിച്ചതിൻ്റെ ഫലമായിട്ടുള്ള കുറച്ച് ചതവുകളേ ഉള്ളൂ. ഇപ്പം നമ്മൾ തെറിച്ച് പോയി വീണിട്ടുണ്ടാകുന്നൊരു ഇഞ്ചുറിയോ മുറിവോ വല്ലതും ആയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു തോന്നുന്നു. പക്ഷേ ഈ കാറ് ഡയറക്റ്റ് വന്ന് കാലിലിടിച്ചപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് ചതഞ്ഞിട്ടുണ്ട്. അപ്പോൾ അകത്ത് അച്ഛനും അമ്മയും അന്ന് നല്ല സംസാരമായിരുന്നു, അതുകൊണ്ട് വീഡിയോയിൽ കേൾക്കും. അതുകൊണ്ടാണ് ഞാൻ കാലൂത്തി നടക്കലെന്ന് പറഞ്ഞിട്ട് വെളിയിൽ വന്നിരുന്ന് വീഡിയോ എടുത്തേ. അപ്പോൾ ഞാനിതൊരു വ്ളോഗ് അതിൻ്റെയൊന്നും എടുക്കാനുള്ളൊരു ഇതിലൊന്നും അല്ലായിരുന്നു. ഞാൻ ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ പറയേണ്ടുള്ളത് കൊണ്ട് എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പം നമുക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഫുള്ള് ബെഡ് റെസ്റ്റ് ആയിരുന്നു. കാല് നീട്ടി വെച്ച് കിടക്കണം. താത്തിട്ടാലേ ഞാൻ പറഞ്ഞില്ലേ കാലിങ്ങനെ മന്ത് കണക്കിങ്ങനെ നീരിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ നല്ല വേദനയാണ്, കാല് കാത്തിടാനേ പറ്റത്തില്ലായിരുന്നു. പിന്നെ പക്ഷെ ഞാൻ വീട്ടിൽ ഹാപ്പി ആയിട്ടിരുന്നു, അല്ലെങ്കിൽ പിന്നെ അമ്മയ്ക്ക് വിഷമമാവും. അങ്ങനെയൊക്കെ ആയിരുന്നു. എന്നാലും കുഴപ്പമില്ല കേട്ടോ. ഞാൻ ആ ഫസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോഴേ ഒരുപാട് പേര് വിളിക്കുകയും മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്ത് നമ്മൾ രണ്ടും ഓക്കെയാണ്, കുഴപ്പമില്ല കേട്ടോ, വീഡിയോ കണ്ട് കരഞ്ഞെന്നൊക്കെ പറഞ്ഞ്. പിന്നെ കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ ഓക്കെയാണ് കേട്ടോ. പിന്നെ അമ്മയ്ക്ക് എപ്പോഴും തടവൽ തന്നെയായിരുന്നു പരിപാടി. പിന്നെ മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ആ സ്കൂട്ടിയിൽ ഇടിച്ചേക്കുന്ന ഭാഗം കണ്ടോ, നമ്മുടെ കാലിരിക്കുന്ന ആ ഒരു ഭാഗത്തായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ കാറ് ഡയറക്റ്റ് വന്ന കാലും വണ്ടി കിടങ്ങാണ്ട് വെച്ച് ഇടിച്ചായിരുന്നു എന്നാണ് തോന്നുന്നത്. അപ്പോൾ അച്ഛനും അമ്മയൊക്കെ അവിടെ ഇരിപ്പുണ്ട്. അപ്പം ഞാൻ എല്ലാം സുഖമായിട്ട് വീട്ടിലോട്ട് പോകുന്നോളെന്ന് കരുതി. കാര്യങ്ങളൊക്കെ അങ്ങനെ ആയതുകൊണ്ട് അപ്പം കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫായിട്ടിരിക്കുക. അപ്പം ഓരോ കാര്യങ്ങൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ, എങ്ങനെയുണ്ട് എന്തൊക്കെ കാര്യങ്ങൾ എന്നൊക്കെ. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ സീ യു അഗൈൻ.